ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് തുടരുകയാണ്. 98,425 ഭക്തർ ഇന്നലെ മാത്രം ദർശനം നടത്തി. മറക്കൂട്ടം മുതൽ മണിക്കൂറുകളോളം വരി നിന്നിട്ടാണ് ഭക്തർ ദർശനം നടത്തുന്നത്. വരും ദിവസങ്ങളിലും തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയാണ് വിലയിരുത്തപ്പെടുന്നത്. സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കാണ്. സന്നിധാനത്ത് വിവിധ മേഖലകളിലെല്ലാം ഭക്തരാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ദർശനം കഴിഞ്ഞ ഭക്തരുടെയും ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തരുടെയും എല്ലാം വലിയ തിരക്ക് മുഴുവൻ സമയവും സന്നിധാനത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ദർശനം പൂർത്തിയാക്കിയ ഭക്തർ പലയിടങ്ങളിൽ വിശ്രമിക്കുന്നുണ്ട്. പമ്പയിലേക്ക് മടങ്ങുന്നതിന് മുൻപായിട്ട് വിശ്രമിക്കുന്ന ഭക്തരുടെ വലിയ തിരക്ക് സന്നിധാനത്തെ വിവിധ ഇടങ്ങളിൽ കാണുന്നു. ഒപ്പം തന്നെ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തർ നടപ്പന്തലിന് മുൻപിലുള്ള ഭാഗങ്ങൾ, മരക്കൂട്ടം മുതലുള്ള ഭാഗങ്ങളിൽ ക്യൂവായി കാത്തു നിൽക്കുന്ന കാഴ്ച. ഫ്ലൈ ഓവറിലേക്ക് വന്നാലും വളരെ സാവധാനമാണ് ഫ്ലൈ ഓവറിലേക്ക് മുന്നോട്ട് നീങ്ങുന്നത്. അങ്ങനെ ഭക്തരാൽ നിറഞ്ഞിരിക്കുകയാണ് സന്നിധാനവും പരിസര മേഖലകളും എല്ലാം തന്നെ. മരക്കൂട്ടം മുതൽ ക്യൂ ഉണ്ട്. മരക്കൂട്ടം മുതൽ ഘട്ടം ഘട്ടമായാണ് ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കുന്നത്. മരക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെയുള്ള ഭാഗങ്ങളിൽ ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം, മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ട്. ഇന്നലെയും സമാനമായ സാഹചര്യമായിരുന്നു. മണിക്കൂറുകൾ കാത്തു നിന്നാണ് മരക്കൂട്ടം, ശബരിപീഠം, ശരംകുത്തി തുടങ്ങിയ ഭാഗങ്ങൾ പിന്നിട്ട് നടപ്പന്തൽ വരെ ഭക്തജനങ്ങൾ എത്തിയത്. നടപ്പന്തലിലും കുറച്ചധികം സമയം കാത്തുനിന്ന് പിന്നീട് ഫ്ലൈ ഓവറിലേക്ക് എത്തി. ഫ്ലൈ ഓവറിലും അധികം സമയം കാത്തുനിന്നത്. വളരെ സാവധാനമാണ് ദർശനം ക്യൂ മുന്നോട്ട് നീങ്ങി ദർശനം സാധ്യമാകുന്നത്. ഈ അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ ഈ ദിവസങ്ങളിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. കർണാടക, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തർ കൂടുതലുണ്ട്. മലയാളികളെക്കാൾ കൂടുതൽ എന്ന് പറയാവുന്ന വിധം ചില മണിക്കൂറുകളിൽ അയൽ സംസ്ഥാന ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം സമാനമായ സാഹചര്യം. 30-ാം തീയതി നട തുറന്ന ദിവസം മുതൽ അയൽ സംസ്ഥാന ഭക്തജനങ്ങളാൽ കൂടുതൽ വർധനവാണ് ഇത്തവണ ഈ മകരവിളക്ക് തീർത്ഥാടന സമയത്ത് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. വിരിവെച്ച് വിശ്രമിക്കുന്ന ഭക്തരുടെയും ദർശനം പൂർത്തിയാക്കി പമ്പയിലേക്ക് മലയിറങ്ങുന്നതിന് മുൻപ് വിശ്രമിക്കുന്ന ഭക്തരുടെയും എല്ലാം തിരക്ക് വിവിധ ഇടങ്ങളിൽ കാണാം. സന്നിധാനത്ത് വിവിധ ഭാഗങ്ങൾ, അന്നദാന മണ്ഡപത്തിന് മുൻഭാഗം, മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപമുള്ള ഭാഗങ്ങൾ, അരവണ കൗണ്ടറുകൾക്ക് മുന്നിലുള്ള ഭാഗങ്ങൾ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മഹാകാണികയ്ക്ക് സമീപമുള്ള ഭാഗം, മരാമത്ത് ഓഫീസിന് മുൻഭാഗം, എന്നിവിടങ്ങളിലെല്ലാം ഭക്തരാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. മുഴുവൻ സന്നിധാനത്തിന്റെ മുഴുവൻ മേഖലകളും ഭക്തജന നിബിഡമായി മാറിയിരിക്കുകയാണ് ഈ മണിക്കൂറുകളിൽ എല്ലാം. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം മിഥുൻ മുരളി.